Makaram Yan Hinda Englishil Paranu Vishami Pikam. Full English Makaram. Once again, I've been asked to give the facilitation address. And as I mentioned before, the facility means happiness. ആശംസാ പ്രസംഗത്തിന് ഒരു പ്രാവശ്യം കൂടി എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഫെലിസിറ്റേഷൻ ടോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫെലിസിറ്റി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം എന്നർത്ഥം, ആനന്ദം എന്നർത്ഥം. So felicitation means to wish happiness or to promote happiness. So felicitation എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ നിങ്ങളിലേക്ക് പകർന്നു തരുന്നതിനുള്ള ശ്രമം. In a strange way, I may be an apt person to facilitate this gathering, as happiness has been my lifelong study. In a strange way, I may be an apt person to facilitate this gathering, because happiness has been my lifelong study. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ ഇങ്ങനെയുള്ള ആശംസാ പ്രസംഗം അല്ലെങ്കിൽ ആനന്ദം പകർന്നു തരുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്നതിന് പറ്റിയ ആളാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ എന്നും ആനന്ദം ഉണ്ടായിരുന്നുള്ളൂ. In the USA, I earned a master's degree in psychology based on the master's thesis entitled The Pursuit of Happiness East and West. അമേരിക്കയിൽ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്, മാസ്റ്റേഴ്സ് കിട്ടിയത് The Pursuit of Happiness East and West. പാശ്ചാത്യ ലോകത്തും പൗരസ്ത്യ ലോകത്തും നടത്തുന്നുള്ള ആനന്ദ അന്വേഷണത്തെ സംബന്ധിക്കുന്ന പഠനമാണ് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിട്ടുള്ളത്. And I received a doctorate in educational psychology, and in that case my dissertation was based on verse 49 of Atmopadesha Satikam, in which Narayana Guru highlights happiness as the common thread for all religions. ഡോക്ടറേറ്റിന് തീസിസ് എഴുതിയത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലാണ്. അതിന് ആധാരമായിരുന്നത് നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 49-ാം ശ്ലോകമാണ്. അതെല്ലാം എനിക്കറിയാമല്ലോ. അതിൽ മനുഷ്യരെല്ലാവരും ആത്മസുഖത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ആനന്ദം എന്നുള്ളതാണ് അതിനകത്തുള്ള മുഖ്യ തത്വമായിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നത് എനിക്ക് വലിയ ശ്രമമാണ്. ഈ ഫോട്ടോഗ്രാഫി ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോകൾ നിങ്ങൾ പലരും കണ്ടിരിക്കും. അതിനകത്ത് ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ആളുകളുടെ ആനന്ദാനുഭവത്താണ്. നമുക്കറിയാം, കുട്ടികളെല്ലാം ആനന്ദിച്ച് കളിക്കുന്ന പടങ്ങളൊക്കെ എടുത്ത് ആൽബം ഉണ്ടാക്കി എത്തിക്കുന്നത് ഒക്കെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആനന്ദാനുഭവത്തിന് മുഖ്യത കൊടുത്തുകൊണ്ടുള്ള ഫോട്ടോഗ്രാഫിയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. Throughout I've been studying, so what is it that contributes to our happiness, and what are the blind alleys into which we get lost and distracted? Not only every religion promises happiness, but also every ideology, every political party, every system of government, every product for sale, everything claims to promote happiness. മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, പിന്നെ സർക്കാരുകൾ, പിന്നെ കച്ചവട സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കൂടുതൽ ആനന്ദമുള്ളവരാക്കി തീർക്കാമെന്നുള്ള വാഗ്ദാനം ആണ് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നത്. So it's amidst this maze of competing claims for us on what can give us happiness that we have to make our way to the sunam bonum of our life. ഇങ്ങനെ പല തരത്തിലുള്ള ആനന്ദ ഉപാധികളുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതിനെല്ലാം മെച്ചമുണ്ട്. നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചൊന്നും നമുക്ക് മുമ്പോട്ട് പോയില്ലെങ്കിൽ കാര്യം നടക്കില്ല. നമുക്ക് നമ്മുടെ ആത്യന്തികമായ
ലക്ഷ്യം ആനന്ദപ്രാപ്തി ഏത് തരത്തിലുള്ളതായിരിക്കണം തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കച്ചവടക്കാരും സർക്കാരും അവരവരും തീരുമാനിക്കേണ്ടതല്ല. Currently, something that is contributing to my own well-being, my own joy, my own appreciation for all aspects of my life is my participation in an online study group, which is going into the depths of the Narayana Guru's 100 verses of self-instructions. ഇപ്പോൾ ഞാൻ വ്യാപൃതനായിരിക്കുന്നത് ഗുരുകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓൺലൈൻ സ്റ്റഡി ഗ്രൂപ്പ്, ഇന്റർനെറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പഠന പരമ്പര അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള വിദ്യാർത്ഥികളെ അതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 100 ശ്ലോകങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദമായ ഒരു പഠനം ഇങ്ങനെ ഒരു ഇന്റർനെറ്റിൽ കൂടി ഒരു വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആനന്ദകരമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. The way this works is that every 2 weeks we take one verse from Atmopadesha Satyakam, and for 2 weeks we ponder over that verse and the meaning and its relevance in our own life. We look at our own life through the lens, as it were, of that verse, and at the end of 2 weeks we write a response saying how our life was illumined, the factors of our life, the experiences of our life took on a new light in the light of that particular verse. ചെയ്യുന്നത് ഒരു മാസത്തിൽ 2 ആഴ്ച, ആദ്യത്തെ 2 ആഴ്ച ആത്മോപദേശത്തിലെ ഒരു ശ്ലോകം എടുത്തിട്ട് അതിനെ സംബന്ധിക്കുന്ന വിശദമായിട്ടുള്ള ഒരു ചർച്ച ഗുരുക്കന്മാരുടെയും അധ്യാപകരുടെയും ഗുരുവിനെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം എല്ലാവർക്കും അയക്കുക. അടുത്ത 2 ആഴ്ച അതിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു പരിശോധിക്കുക. അങ്ങനെ എങ്ങനെ പിന്നെ അതിൻ്റെ എൻ്റെ അവസാന ഭാഗത്ത് ഇതിനെ ഓരോരുത്തരും എങ്ങനെ ഉൾക്കൊണ്ട് അവരവർ അതനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് തിരിച്ച് കൊടുക്കുക. So just to give you a little idea of how this works in practice, I'm going to use as an example 2 different verses. The first verse of Atmopadesha Satyakam and what was going on in my life at that time, and then the most recent verse, the 20th verse that I just recently did, and I'm going to describe to you what happened. My friend here, his name is Ganadi. He may be here today, a man from Canada, a very sincere, friendly, beautiful man, very sincere spiritual aspirant. ഈ ശ്ലോകത്തിൻ്റെ പഠനം തുടങ്ങിയപ്പോൾ ഞാനിവിടെ വർക്കല ഗുരുകുലത്തിൽ ഇവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു അത് ഇവിടെ താമസിക്കാനിടയായ ഇപ്പോഴിവിടെ ഉണ്ട്, ഇന്ന് പതാക ഉയർത്തിയ മിസ്റ്റർ ഗെന്നഡി ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ഇതിനെപ്പറ്റി ആശയങ്ങൾ പങ്കുവയ്ക്കാനിടയായി. So there's very many religious type of references. For example, verse 1 speaks of prostrations, it speaks of devotion, and it speaks of chanting, all religious activities. കാരണം ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അതിനകത്ത് പരാമർശമുണ്ട്. എന്താണ്? തെരുതര വീണ് വണങ്ങി ഓതിരയണം. അപ്പോൾ വണങ്ങി ഓതിരയണം വെച്ചാൽ മന്ത്രം ഓതുകയാണ്. അപ്പോൾ അത് ഓതുമ്പോൾ ഒരു മതപരമായിട്ട് ഇറങ്ങും. തെരുതര വീണ് വണങ്ങുന്നത് അത് മതപരമായിട്ട് ഇറങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ സ്ഥാനം കൊടുത്തിരിക്കുന്നു. തത്വചിന്തയാണ്. കയറിയപ്പോൾ കണ്ടത് ഞാൻ പുതിയതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടിലിൻ്റെ പുതിയതായിട്ട് മാറ്റിയിരിക്കുന്നതാണ്. വളരെ സത്യം. ഞാൻ ഇതൊരു ഓല കെട്ടിയ ഓലപ്പുരയായിരുന്നു. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഓടിച്ച പുരയാക്കി. ഇത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നാരായണ ഗുരുവിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ ആ നിമിഷത്തിലുണ്ടാകുന്ന നമ്മൾ നേരിടുന്ന നിങ്ങളെല്ലാം ഇതിൻ്റെ എല്ലാ വെളിച്ചത്തിൽ നോക്കിക്കണ്ട് അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയാണെങ്കിൽ ജീവിതം നിരന്തരമായിട്ടുള്ള ആനന്ദാനുഭവമായിരിക്കും. ആ അനുഭവം ആയിരിക്കട്ടെ നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശംസയാണ്
എനിക്കിപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത്. Guru, thank you very much for your translation. Thank you all for your patience.